ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായന 196 ദിവസം മിശിഹായുടെ ജനനം പ്രവചിക്കുന്നു. ഇന്നേ ദിവസം നമ്മൾ ഏശയ്യായുടെ പുസ്തകം 9, 10 അധ്യായങ്ങൾ, തോബിത്തിൻ്റെ 10, 11, 12 അധ്യായങ്ങൾ, സുഭാഷിതങ്ങളുടെ 10-ാം അധ്യായം 9 തുടങ്ങി 12 വരെയുള്ള വാക്യങ്ങൾ എന്നിവ വായിക്കുന്നു. മിശിഹായുടെ ജനനം ഏശയ്യ പ്രവചിക്കുന്ന ഭാഗം ഇന്ന് നാം ശ്രവിക്കുന്നു. കൂടാതെ ഇസ്രായേലിനുള്ള ശിക്ഷയും അസിറിയായുടെ അഹങ്കാരത്തിനുള്ള പ്രതിഫലവും പ്രവചിക്കപ്പെടുന്നു. തോബിത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് നല്ല ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ചും മാതാപിതാക്കളോടുള്ള കടമകളെക്കുറിച്ചും വിശദമാക്കുന്ന ഭാഗങ്ങളും നമുക്ക് ശ്രവിക്കാം. നമ്മുടെ ബന്ധങ്ങളെ ഗൗരവമായി എടുക്കുവാനും ദൈവം തന്ന ബന്ധങ്ങളെ ആദരവോടെ കാണുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്നും ദൈവത്തോട് ചേർന്നുള്ള ജീവിതത്തിൽ ദൈവഭക്തി നമുക്ക് നൽകുന്ന നേട്ടങ്ങളെ കാണാൻ നമ്മുടെ കണ്ണുകൾ തുറക്കണമേ എന്നും പ്രാർത്ഥിക്കുവാനും ഈ തിരുവചനം നമ്മെ പ്രചോദിപ്പിക്കുന്നു. ഏശയ്യായുടെ പുസ്തകം 9-ാം അധ്യായം. ഭാവി രാജാവ്. അന്ധകാരത്തിൽ ചരിച്ചിരുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു. മരണനിഴലിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ ഒരു പ്രകാശം ഉദിച്ചു. അങ്ങ് അവൻ്റെ ജനതയെ വർദ്ധിപ്പിച്ചു, സന്തോഷം വലുതാക്കി. അവർ അങ്ങയുടെ മുമ്പിൽ ആനന്ദിച്ചു. കവർച്ച വസ്തു പങ്കുവയ്ക്കുന്നവരെ പോലെ, വിളവെടുപ്പിൽ സന്തോഷിക്കുന്നവരെ പോലെ അവർ ആനന്ദിക്കും. അവൻ്റെ ഭാരമുള്ള നുകവും അവൻ്റെ ചുമലിലെ ദണ്ടും അവൻ്റെ മർദ്ദകൻ്റെ വടിയും മിതിയാൻ്റെ നാളിലെന്ന പോലെ അങ്ങ് തകർത്ത് കളഞ്ഞിരിക്കുന്നു. ചകിതരാക്കി ചവിട്ടിമെതിക്കുന്ന ഓരോ ചെരുപ്പും രക്തത്തിൽ കുതിർന്ന വസ്ത്രവും തീക്കുള്ള ഇന്ധനം പോലെ ജ്വാലയായിത്തീരും. എന്തെന്നാൽ നമുക്കായി ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കായി ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജകുമാരൻ എന്ന് അവൻ വിളിക്കപ്പെടും. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്തിലും ആധിപത്യ സമൃദ്ധിക്കും സമാധാനത്തിനും അന്ത്യമുണ്ടാവുകയില്ല. നീതിയിലും ധർമ്മത്തിലും രാജ്യം ഉറപ്പിക്കാനും ഇപ്പോൾ മുതൽ എന്നേക്കും നിലനിർത്തുവാനും തന്നെ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ തീക്ഷ്ണത ഇത് നിറവേറ്റും. ഇസ്രായേലിന് ശിക്ഷ. യാക്കോബിനെതിരെ നാഥാൻ തൻ്റെ വചനം അയച്ചിരിക്കുന്നത് ഇസ്രായേലിൽ പതിക്കും. സമറിയായിലെ നിവാസികളും എഫ്രായിം ജനം മുഴുവനും ഇതറിയും. ഔദ്യത്തോടും ഹൃദയത്തിൻ്റെ ഗർവോടും കൂടി അവർ പറയുന്നു, ഇഷ്ടികകൾ വീണുപോയി, എന്നാൽ വെട്ടിയൊരുക്കിയ കല്ലുകൊണ്ട് ഞങ്ങൾ പണിയും. സിക്കമോർ മരങ്ങൾ മുറിക്കപ്പെട്ടിരിക്കുന്നു, എന്നാൽ ഞങ്ങൾ ദേവദാരു പകരം വയ്ക്കും. കർത്താവ് അവർക്കെതിരെ റസീനിൻ്റെ ശത്രുക്കളെ ഉയർത്തുകയും അവൻ്റെ വൈരികളെ ഇളക്കിവിടുകയും ചെയ്യും. മുമ്പിൽ നിന്ന് ആരാംകാരും പിന്നിൽ നിന്ന് ഫിലിസ്ത്യരും ഇസ്രായേലിനെ വാപിളർന്നു വിഴുങ്ങി. ഇതെല്ലാമായിട്ടും അവിടുത്തെ കോപം ശമിച്ചില്ല. അവിടുത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു. തങ്ങളെ പ്രഹരിച്ചവൻ്റെ അടുത്തേക്ക് ജനം തിരിയുകയോ സൈന്യങ്ങളുടെ കർത്താവിനെ അന്വേഷിക്കുകയോ ചെയ്തില്ല. അതിനാൽ ഒറ്റ ദിവസം കൊണ്ട് ഇസ്രായേലിൽ നിന്ന് വാലും തലയും കൂമ്പും കുറ്റിയും കർത്താവ് അരിഞ്ഞു കളഞ്ഞു. ശ്രേഷ്ഠനും പ്രമുഖനും അവനാണ് തല, വ്യാജപ്രവാചകൻ അവനാണ് വാല്. ഈ ജനത്തെ നയിക്കുന്നവർ അവരെ വഴിതെറ്റിക്കുന്നവരായിത്തീർന്നു. അവരാൽ നയിക്കപ്പെടുന്നവർ ആശയക്കുഴപ്പത്തിലായി. അതിനാൽ അവരുടെ യുവാക്കന്മാരിൽ നാഥൻ സന്തോഷിക്കുകയില്ല. അവരുടെ അനാഥരോടും അവരുടെ വിധവകളോടും അവിടുന്ന് കരുണ കാണിക്കുകയില്ല. എന്തെന്നാൽ എല്ലാവരും ഭക്തിരഹിതരും തിന്മ പ്രവർത്തിക്കുന്നവരുമാണ്. ഓരോ വായും ഭോഷത്വം സംസാരിക്കുന്നു.
ഇതെല്ലാമായിട്ടും അവിടുത്തെ കോപം ശമിച്ചില്ല. അവിടുത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു. അത് ദുഷ്ടതയെ നിശ്ചയമായും അഗ്നി പോലെ ദഹിപ്പിക്കും. മുള്ളുകളും മുൾച്ചെടികളും വിഴുങ്ങിക്കളയും. വനത്തിലെ കുറ്റിക്കാടുകളെ എരിയിക്കും. പുകപടലം മുകളിലേക്കുയരും. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ക്രോധത്താൽ ദേശം വരണ്ടുപോയി. ജനം അഗ്നിക്കുള്ള വിറകുപോലെ ആയിരിക്കുന്നു. ഒരുവനും സഹോദരനെ വെറുതെ വിടുന്നില്ല. ഒരുവൻ വലത്തുവശത്തു നിന്ന് മുറിച്ചെടുത്തു, എന്നിട്ടും അവന് വിശക്കുന്നു. ഇടത്തുവശത്തു നിന്ന് വിഴുങ്ങുന്നു, എന്നിട്ടും തൃപ്തിയാകുന്നില്ല. ഓരോരുത്തനും തൻ്റെ തന്നെ ഭുജത്തിൻ്റെ മാംസം ഭക്ഷിക്കുന്നു. മനാസെ എഫ്രായിമിനോടൊപ്പവും എഫ്രായിം മനാസയോടൊപ്പവും. അവർ ഒരുമിച്ച് യൂദായ്ക്കെതിരെയാണ്. യെശയ്യായുടെ പുസ്തകം 10-ാം അധ്യായം. തിന്മയുടെ ചട്ടങ്ങൾ കുറിക്കുന്നവർക്കും അന്യായ നിയമങ്ങൾ എഴുതിയ എഴുത്തുകാർക്കും ദുരിതം. പാവപ്പെട്ടവന് നീതി നിഷേധിക്കുന്നതിനും എൻ്റെ ജനത്തിലെ എളിയവൻ്റെ ന്യായം കവർന്നെടുക്കുന്നതിനും വിധവകളെ തങ്ങളുടെ കൊള്ളവസ്തുവാക്കുന്നതിനും വേണ്ടിയല്ലേ അനാഥരെ അവർ ചൂഷണം ചെയ്യുന്നത്? ശിക്ഷാവിധിയുടെ ദിനത്തിൽ വിദൂരത്തു നിന്ന് വരുന്ന നാശത്തിൽ നിങ്ങൾ എന്തു ചെയ്യും? ആരുടെ അടുത്തേക്ക് നിങ്ങൾ സഹായത്തിന് വേണ്ടി ഓടും? നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ എവിടെ സൂക്ഷിക്കും? ബന്ധിതരെ പോലെ കുനിയുകയും വധിക്കപ്പെട്ടവരെ പോലെ വീഴുകയുമല്ലാതെ ഒരു മാർഗവുമില്ല. ഇതെല്ലാമായിട്ടും അവിടുത്തെ കോപം ശമിച്ചില്ല. അവിടുത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു. അസീറിയ കർത്താവിൻ്റെ ഉപകരണം. എൻ്റെ കോപത്തിൻ്റെ ദണ്ഡായ അസീറിയ, അവരുടെ കയ്യിലെ വടി എൻ്റെ ക്രോധമാണ്. നാസ്തികരായ ഒരു ജനതയ്ക്കെതിരെ ഞാൻ അവനെ അയക്കും. എൻ്റെ കോപത്തിന് പാത്രമായ ജനത്തിനെതിരെ കൊള്ളയടിക്കാനും കവർച്ച വസ്തു തട്ടിയെടുക്കാനും തെരുവുകളിലെ ചെളി പോലെ അവരെ ചവിട്ടിത്തേക്കാനും ഞാൻ അവന് കൽപ്പന നൽകും. എന്നാൽ അവൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. അവൻ്റെ ഹൃദയത്തിൽ അങ്ങനെ വിചാരിക്കുന്നില്ല. മറിച്ച് നശിപ്പിക്കുന്നതിനെക്കുറിച്ചാണ്, അനേക ജനതകളെ വിച്ഛേദിക്കുന്നതിനെക്കുറിച്ചാണ് അവൻ തൻ്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത്. അവൻ ചോദിക്കുന്നു, എൻ്റെ സൈന്യാധിപന്മാരെല്ലാം രാജാക്കന്മാരല്ലേ? കാർക്കിമിഷു പോലെയല്ലേ കൽനോ? ആർപ്പാദ് പോലെയല്ലേ ഹമാത്ത്? ദമാസ്കസ് പോലെയല്ലേ സമറിയ? ജെറുസലേമിൻ്റെയും സമറിയയുടെയും വിഗ്രഹങ്ങളേക്കാൾ കൂടുതൽ വിഗ്രഹങ്ങളോടുകൂടിയ രാജ്യങ്ങളിൽ എൻ്റെ കരം എത്തിയിരിക്കെ സമറിയായോടും അതിൻ്റെ വിഗ്രഹങ്ങളോടും ഞാൻ ചെയ്തതുപോലെ ജെറുസലേമിനോടും അതിൻ്റെ വിഗ്രഹങ്ങളോടും ഞാൻ ചെയ്യേണ്ടതല്ലേ? നാഥാൻ സിയോൻ പർവ്വതത്തിലും ജെറുസലേമിലും തൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്തു കഴിയുമ്പോൾ അസീറിയ രാജാവിൻ്റെ ഹൃദയാഹങ്കാരത്തിൻ്റെ ഫലത്തെയും അവൻ്റെ കണ്ണുകളുടെ ഗർവിഷ്ഠഭാവത്തിൻ്റെ ഔദ്ധത്യത്തെയും അവിടുന്ന് ശിക്ഷിക്കും. എന്തെന്നാൽ അവൻ പറയുന്നു, ഞാൻ ഗ്രഹണശക്തിയുള്ളവനാകിയാൽ എൻ്റെ കരബലവും ജ്ഞാനവും കൊണ്ടാണ് ഞാനിത് ചെയ്തത്. ജനതകളുടെ അതിർത്തികൾ ഞാൻ നീക്കം ചെയ്യുകയും അവരുടെ നിക്ഷേപങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തു. സിംഹാസനസ്ഥരെ ഞാൻ കരുത്തനെ പോലെ താഴെ ഇറക്കി. പക്ഷിയുടെ കൂടെന്ന പോലെ ജനതകളുടെ സമ്പത്ത് എൻ്റെ കരം കണ്ടെത്തി. ഉപേക്ഷിക്കപ്പെട്ട മുട്ടകൾ ശേഖരിക്കുന്നത് പോലെ ഭൂമിയിലെ സമ്പത്ത് മുഴുവൻ ഞാൻ ശേഖരിച്ചു. ചിറക് അനക്കാനോ വായ് തുറക്കാനോ ചിലയ്ക്കാനോ ആരുമുണ്ടായിരുന്നില്ല. വെട്ടുകാരനോട് കോടാലി വമ്പു പറയുമോ? അറക്കുന്നവനോട് വാൾ വീമ്പടിക്കുമോ? ദണ്ട് അത് ഉയർത്തുന്നവനെ നിയന്ത്രിക്കുന്നത് പോലെയും ഊന്നുവടി മരമില്ലാത്ത അവനെ ഉയർത്തുന്നത് പോലെയുമാണത്. അതിനാൽ സൈന്യങ്ങളുടെ കർത്താവായ നാഥൻ കൊഴുത്തവരുടെ മേൽ ക്ഷാമം അയക്കും. അവൻ്റെ കരുത്തിനടിയിൽ അഗ്നിജ്വാല പോലെ ഒരു ദാഹശക്തി ജ്വലിക്കും. ഇസ്രായേലിൻ്റെ പ്രകാശം അഗ്നിയായും അവൻ്റെ പരിശുദ്ധനായവൻ ഒരു ജ്വാലയായും മാറും. അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവൻ്റെ മുള്ളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. അവൻ്റെ വനത്തിൻ്റെയും വിളവുനിലങ്ങളുടെയും പ്രഭാവം ആത്മാവ് മുതൽ ശരീരം വരെ അവിടുന്ന് നശിപ്പിക്കും. അത് രോഗി ക്ഷയിക്കുന്നത് പോലെയായിരിക്കും. അവൻ്റെ വനത്തിലെ വൃക്ഷങ്ങളിൽ അവശേഷിക്കുന്നവയുടെ എണ്ണം ഒരു ബാലൻ രേഖപ്പെടുത്തും. ഇസ്രായേലിൽ അവശേഷിക്കുന്നവരും യാക്കോബിൻ്റെ ഭവനത്തിൽ ജീവിച്ചിരിക്കുന്നവരും തങ്ങളെ പ്രഹരിച്ചവനിൽ അന്ന് ആശ്രയിക്കുകയില്ല. മറിച്ച് അവർ ഉറപ്പോടെ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ കർത്താവിൽ ശരണം വയ്ക്കും. ഒരു ശിഷ്ടഭാഗം, യാക്കോബിൻ്റെ ശിഷ്ടഭാഗം ശക്തനായ ദൈവത്തിങ്കിലേക്ക് തിരിയും. ഇസ്രായേലെ, നിൻ്റെ ജനം കടലിലെ മണൽത്തരി പോലെയാണെങ്കിലും ഒരു ശിഷ്ടഭാഗമേ അവനിലേക്ക് തിരികെ വരികയുള്ളൂ. നീതി കവിഞ്ഞൊഴുകുന്ന വിനാശം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു.
കാരണം സൈന്യങ്ങളുടെ കർത്താവായ നാഥൻ ഭൂമി മുഴുവൻ്റെയും മധ്യേ വിനാശം വരുത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. അതിനാൽ സൈന്യങ്ങളുടെ കർത്താവായ നാഥൻ അരുൾ ചെയ്യുന്നു, സിയോനിൽ വസിക്കുന്ന എൻ്റെ ജനമേ, ഈജിപ്തുകാരെ പോലെ അസീറിയക്കാർ നിങ്ങളെ വടികൊണ്ട് പ്രഹരിക്കുകയും നിങ്ങൾക്കെതിരെ ദണ്ഡ് ഉയർത്തുകയും ചെയ്യുമ്പോൾ ഭയപ്പെടരുത്. എന്തെന്നാൽ ഇനിയും അല്പസമയത്തിനുള്ളിൽ രോക്ഷം ശമിക്കുകയും എൻ്റെ ക്രോധം അവരുടെ വിനാശത്തിനുള്ളതാവുകയും ചെയ്യും. സൈന്യങ്ങളുടെ കർത്താവ് ഓറബിലെ പാറയ്ക്കടുത്ത് വെച്ച് മിദിയാനെ പ്രഹരിച്ചതുപോലെ അവരെ പ്രഹരിക്കും. ഈജിപ്തിൽ ചെയ്തതുപോലെ അവിടുന്ന് സമുദ്രത്തിന്മേൽ തൻ്റെ ദണ്ഡ് ഉയർത്തിപ്പിടിക്കും. ആ ദിനത്തിൽ ഇപ്രകാരം സംഭവിക്കും: അവൻ്റെ ഭാരം നിൻ്റെ തോളിൽ നിന്ന് നീങ്ങുകയും നിൻ്റെ കഴുത്തിൻ്റെ പുഷ്ടി നിമിത്തം അവൻ്റെ നുകം തകരുകയും ചെയ്യും. അവൻ അയ്യാത്തിലെത്തി മിഗ്രോണിലൂടെ കടന്ന് മിക്മാഷിൽ തൻ്റെ സാമഗ്രികൾ സൂക്ഷിക്കും. അവൻ തോട് കടന്ന് ഗേബായാണ് അവൻ്റെ രാത്രി താവളം. റാമ വിറകൊണ്ടു ഗിബയാത്ത് സാവുൾ പലായനം ചെയ്തു. ഗാലിംപുത്രി, നിൻ്റെ ശബ്ദമുയർത്തുക. ലയിഷ, ശ്രദ്ധിക്കുക. അനാത്തോത്തെ, മറുപടി പറയുക. മാത്മന പലായനം ചെയ്തു. ഗബീം നിവാസികൾ സ്വയം സുരക്ഷിതരാക്കി. ഈ ദിവസം തന്നെ നോബിൽ നിന്ന് സിയോൻ പുത്രിയുടെ മലയുടെ നേരെ, ജെറുസലേം കുന്നിന് നേരെ അവൻ കൈവീശും. ഇതാ സൈന്യങ്ങളുടെ കർത്താവായ നാഥൻ വൃക്ഷശാഖകളെ ഭയാനകമായി മുറിക്കും. ഉന്നത ശീർഷരെ അവിടുന്ന് വെട്ടിവീഴ്ത്തും, ഉയർന്നവയെ താഴ്ത്തുകയും ചെയ്യും. വനത്തിലെ നിബിഡ ഭാഗങ്ങളെ അവിടുന്ന് കോടാലി കൊണ്ട് വെട്ടിവീഴ്ത്തും. ശക്തനാൽ ലബനോൻ നിലംപതിക്കും. തോബിത്തിൻ്റെ പുസ്തകം 10-ാം അധ്യായം. തോബിത്തും അന്നയും കാത്തിരിക്കുന്നു. അവൻ്റെ പിതാവായ തോബിത്ത് ഓരോ ദിവസവും എണ്ണി കഴിയുകയായിരുന്നു. യാത്രാദിനങ്ങൾ പൂർത്തിയായിട്ടും അവർ മടങ്ങിയെത്താത്തതിനാൽ അവൻ പറഞ്ഞു, അവൻ അപഹാസ്യനാക്കപ്പെടുകയോ ഗബായേൽ മരിച്ചു പോവുകയോ അവന് പണം നൽകാൻ ആരുമില്ലെന്ന് വരികയോ ചെയ്തിരിക്കുമോ? അവൻ അതീവ ദുഃഖിതനായി. ഭാര്യ അവനോട് പറഞ്ഞു, കുട്ടിക്ക് അപകടം സംഭവിച്ചിരിക്കുന്നു, അതിനാലാണ് അവൻ വൈകുന്നത്. അവൾ അവനെ പ്രതി വിലപിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ കണ്ണുകളുടെ വെളിച്ചമായ നിന്നെ ഞാൻ പോകാൻ അനുവദിച്ചത് കുഞ്ഞെ എനിക്ക് ഉത്കണ്ഠ കാരണമല്ലേ? എന്നാൽ തോബിത്ത് അവളോട് പറഞ്ഞു, ശാന്തമായിരിക്കൂ, വിഷമിക്കരുത്, അവന് സുഖം തന്നെ. അവൾ അവനോട് പറഞ്ഞു, മിണ്ടാതിരിക്കൂ, എന്നെ കബളിപ്പിക്കാൻ നോക്കണ്ട, എൻ്റെ കുട്ടിക്ക് അപകടം സംഭവിച്ചിരിക്കുന്നു. എല്ലാ ദിവസവും അവൻ യാത്ര പറഞ്ഞ വഴിയിലേക്ക് ചെല്ലും. പകൽ അവൾ അപ്പം ഭക്ഷിച്ചിരുന്നില്ല. രാത്രികളിൽ തൻ്റെ മകൻ തോബിയാസിനെ ഓർത്ത് വിലപിക്കുന്നത് നിർത്തിയില്ല. അവൻ അവിടെ ഉണ്ടായിരിക്കണമെന്ന് റഘുവേൽ ശബ്ദം പൂർവം പറഞ്ഞ വിവാഹ വിരുന്നിൻ്റെ 14 ദിനങ്ങൾ പൂർത്തിയാക്കപ്പെടുന്ന നാൾ വരെ ഇത് തുടർന്നു. തോബിയാസിൻ്റെ മടക്കയാത്ര. തോബിയാസ് റഘുവേലിനോട് പറഞ്ഞു, എന്നെ പറഞ്ഞയച്ചാലും എൻ്റെ പിതാവും എൻ്റെ മാതാവും എന്നെ കാണാമെന്ന പ്രത്യാശ ഇല്ലാത്തവരായിരിക്കുന്നു. എന്നാൽ അവൻ്റെ അമ്മായപ്പൻ അവനോട് പറഞ്ഞു, നീ എന്നോടുകൂടെ താമസിക്കുക, ഞാൻ നിൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് ആളയക്കാം, അവർ നിന്നെക്കുറിച്ചുള്ള വിവരം അവനോട് അറിയിക്കും. അപ്പോൾ തോബിയാസ് പറഞ്ഞു, അതുപോരാ, എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് എന്നെ തിരിച്ചയച്ചാലും. റഘുവേൽ അപ്പോൾ തന്നെ അവൻ്റെ ഭാര്യയായ സാറായെയും സമ്പത്തിൻ്റെ അടിമകൾ, കന്നുകാലികൾ, പണം എന്നിവയുടെ പകുതിയും നൽകി. അവരെ അനുഗ്രഹിച്ച ശേഷം യാത്രയാക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, മക്കളെ, എൻ്റെ മരണത്തിന് മുമ്പ് തന്നെ സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾക്ക് ഐശ്വര്യമേകും. അവൻ തൻ്റെ പുത്രിയോട് പറഞ്ഞു, നിൻ്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക, അവരാണ് ഇനിമേൽ നിൻ്റെ മാതാപിതാക്കന്മാർ. നിന്നെപ്പറ്റി നല്ല വാർത്ത കേൾക്കാൻ എനിക്ക് ഇടവരട്ടെ. അവൻ അവളെ ചുംബിച്ചു. യദ്ന തോബിയാസിനോട് പറഞ്ഞു, പ്രിയ സഹോദര, സ്വർഗസ്ഥനായ കർത്താവ് നിന്നെ തിരിച്ചെത്തിക്കട്ടെ. എൻ്റെ മകൾ സാറായിൽ നിന്നുള്ള നിൻ്റെ കുട്ടികളെ കാണാനും അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദിക്കാനും എനിക്ക് ഇടവരട്ടെ. ഇതാ ഞാൻ എൻ്റെ പുത്രിയെ നിന്നെ ഭരമേൽപ്പിക്കുന്നു. ഭരമേൽപ്പിക്കപ്പെട്ടവളെ നീ ദുഃഖിപ്പിക്കരുത്. അതിനുശേഷം തോബിയാസ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. എന്തെന്നാൽ അവിടുന്ന് അവൻ്റെ യാത്ര മംഗളകരമാക്കിയിരുന്നു. അവൻ റഘുവേലിനും അവൻ്റെ ഭാര്യ യദ്നായ്ക്കും വന്ദനമേകി. തോബിത്തിൻ്റെ പുസ്തകം 11-ാം അധ്യായം. തോബിത്ത് സുഖം പ്രാപിക്കുന്നു. അവൻ യാത്ര ആരംഭിച്ചു. അവർ നിനവയുടെ അടുത്തുവരെ എത്തിയപ്പോൾ
റഫായേൽ തോബിയാസിനോട് പറഞ്ഞു, സഹോദര, ഏതു നിലയിലാണ് നിൻ്റെ പിതാവിനെ നീ വിട്ടുപോകുന്നതെന്ന് ഓർക്കുന്നില്ലേ? നമുക്ക് നിൻ്റെ ഭാര്യയ്ക്ക് മുമ്പേ പോവുകയും വീടൊരുക്കുകയും ചെയ്യാം. മത്സ്യത്തിൻ്റെ കയ്പ നീ കയ്യിലെടുക്കുക. അങ്ങനെ അവർ മുന്നോട്ട് പോയി. നായി അവരുടെ പിറകെ പോയിരുന്നു. അന്ന തൻ്റെ കുട്ടിയെ കാത്ത് വഴിയിലേക്ക് കണ്ണും നട്ടിരിക്കുകയായിരുന്നു. അവൻ വരുന്നത് കണ്ട് അവൾ അവൻ്റെ പിതാവിനോട് പറഞ്ഞു, ഇതാ നിൻ്റെ പുത്രൻ വരുന്നു, അവനോടുകൂടി പോയ ആളും ഒപ്പമുണ്ട്. റഫായേൽ പറഞ്ഞു, നിൻ്റെ പിതാവിൻ്റെ കണ്ണുകൾ തുറക്കുമെന്ന് എനിക്കറിയാം. അതിനായി നീ ആ കയ്പ അവൻ്റെ കണ്ണുകളിൽ പുരട്ടണം. ചൊറിച്ചിൽ അനുഭവപ്പെടുമ്പോൾ അവൻ കണ്ണു തിരുമും. അപ്പോൾ വെളുത്ത പാടകൾ പൊഴിഞ്ഞു വീഴുകയും അവൻ നിന്നെ കാണുകയും ചെയ്യും. അന്ന ഓടിച്ചെന്ന് തൻ്റെ പുത്രനെ ആശ്ലേഷിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, നിന്നെ ഞാൻ കണ്ടിരിക്കുന്നു, ഇനി എനിക്ക് മരിക്കാം. അവർ ഇരുവരും കരഞ്ഞു. തോബിത്ത് വാതിൽക്കലേക്ക് വന്നപ്പോൾ അവന് കാലിടറി. പുത്രൻ അവൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. അവൻ പിതാവിനെ കരങ്ങളിൽ താങ്ങി. തുടർന്ന് ധൈര്യമായിരിക്കുക പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ പിതാവിൻ്റെ കണ്ണുകളിൽ കയ്പ പുരട്ടി. ചൊറിച്ചിൽ അനുഭവപ്പെട്ടു തുടങ്ങിയപ്പോൾ അവൻ തൻ്റെ കണ്ണുകൾ തിരുമ്മി. ഉടനെ വെളുത്ത പാടകൾ അവൻ്റെ കണ്ണുകളുടെ കോണുകളിൽ നിന്ന് പൊഴിഞ്ഞു വീണു. അപ്പോൾ അവന് തൻ്റെ പുത്രനെ കാണാനായി. അവനെ ആശ്ലേഷിച്ചുകൊണ്ട് കരഞ്ഞു. അവൻ പറഞ്ഞു, ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. അങ്ങയുടെ നാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. അങ്ങയുടെ എല്ലാ വിശുദ്ധ ദൂതന്മാരും വാഴ്ത്തപ്പെട്ടവരാണ്. അങ്ങ് എനിക്ക് ദുരിതമേകി, എന്നാൽ എന്നോട് കരുണ കാണിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇതാ എൻ്റെ മകൻ തോബിയാസിനെ ഞാൻ കാണുന്നു. അവൻ്റെ പുത്രൻ സന്തോഷത്തോടെ അകത്ത് പ്രവേശിക്കുകയും മേദിയായിൽ തനിക്ക് സംഭവിച്ച വലിയ കാര്യങ്ങൾ പിതാവിനോട് വിവരിക്കുകയും ചെയ്തു. തോബിത്ത് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തൻ്റെ മരുമകളെ സ്വീകരിക്കാൻ നിനവയുടെ കവാടത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. അവൻ നടന്നു വരുന്നത് കണ്ടവരെല്ലാം അവന് കാഴ്ച വീണ്ടുകിട്ടിയതിൽ വിസ്മയിച്ചു. ദൈവം തന്നോട് കരുണ കാണിച്ചിരിക്കുന്നുവെന്ന് തോബിത്ത് അവരുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞു. തോബിത്ത് തൻ്റെ മരുമകൾ സാറായുടെ അടുത്തെത്തിയപ്പോൾ അവളെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, മകളെ, വന്നാലും സുഖമായിരിക്കും. നിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന ദൈവം വാഴ്ത്തപ്പെടട്ടെ. നിൻ്റെ പിതാവും നിൻ്റെ മാതാവും അനുഗ്രഹീതർ. അങ്ങനെ നിനവയിൽ അവൻ്റെ സഹോദരരുടെ ഇടയിൽ ആനന്ദം കളിയാടി. അഹിക്കാറും അവൻ്റെ അനന്തരവൻ നാദാബും വന്നു. തോബിയാസിൻ്റെ വിവാഹം 7 ദിവസം ആഹ്ലാദപൂർവ്വം ആഘോഷിച്ചു. ത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായം. റഫായേൽ തന്നെ വെളിപ്പെടുത്തുന്നു. തോബിത്ത് തൻ്റെ മകൻ തോബിയാസിനെ വിളിച്ചു പറഞ്ഞു, കുഞ്ഞെ, നിന്നോടൊപ്പം വന്ന ആളിൻ്റെ പ്രതിഫലം കൊടുക്കുന്ന കാര്യം നോക്കുക. അയാൾക്ക് കൂടുതൽ കൊടുക്കേണ്ടിയിരിക്കുന്നു. അവൻ പറഞ്ഞു, പിതാവേ, ഞാൻ കൊണ്ടുവന്നതിൻ്റെ പകുതി അയാൾക്ക് കൊടുത്താലും എനിക്ക് ദോഷമുണ്ടാവില്ല. അവൻ എന്നെ സുരക്ഷിതനായി നിൻ്റെ അടുക്കൽ തിരിച്ചെത്തിച്ചു. എൻ്റെ ഭാര്യയെ സുഖപ്പെടുത്തി. എൻ്റെ പണം വാങ്ങിക്കൊണ്ടുവന്നു. അതുപോലെ നിന്നെയും അവൻ സുഖപ്പെടുത്തി. വൃദ്ധൻ പറഞ്ഞു, അവനത് അർഹിക്കുന്നു. അവൻ മാലാഖയെ വിളിച്ച് അവനോട് പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്നതിൻ്റെ എല്ലാം പകുതി നീ എടുത്തുകൊള്ളുക. അപ്പോൾ അവൻ രണ്ടുപേരെയും രഹസ്യത്തിൽ വിളിച്ച് അവരോട് പറഞ്ഞു, ദൈവത്തെ സ്തുതിക്കുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്യുവൻ. അവിടത്തേക്ക് മഹത്വം നൽകുവിൻ. അവിടുന്ന് നിങ്ങൾക്ക് ചെയ്തതിനെ പ്രതി സകല ജീവികളുടെയും മുമ്പിൽ അവിടുത്തെ ഏറ്റുപറയുവൻ. ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ കാര്യങ്ങൾ ആദരപൂർവ്വം പ്രഘോഷിച്ചുകൊണ്ട് ദൈവത്തെ പുകഴ്ത്തുകയും അവിടുത്തെ നാമത്തിന് മഹത്വം നൽകുകയും ചെയ്യുന്നത് ഉചിതമത്രേ. അവിടത്തേക്ക് നന്ദി പറയുന്നതിൽ അമാന്തിക്കരുത്. രാജാവിൻ്റെ രഹസ്യം മറച്ചു വയ്ക്കുന്നത് നല്ലതാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികളോ മഹത്വപൂർവ്വം വെളിപ്പെടുത്തുന്നതും. നന്മ ചെയ്യുവിൻ, തിന്മ നിങ്ങളെ സ്പർശിക്കുകയില്ല. ഉപവാസം, ദാനധർമ്മം, നീതി എന്നിവയോടുകൂടിയുള്ള പ്രാർത്ഥന നല്ലതാണ്. നീതിയോടുകൂടിയ അല്പമാണ്, അനീതിയോടുകൂടിയ അധികത്തേക്കാൾ അഭികാമ്യം. സ്വർണം കൂട്ടിവെക്കുന്നതിനേക്കാൾ നല്ലതാണ് ദാനധർമ്മം ചെയ്യുന്നത്. എന്തെന്നാൽ ദാനധർമ്മം മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു, അത് പാപമെല്ലാം തുടച്ചു നീക്കുന്നു. ദാനധർമ്മവും നീതിയും പ്രവർത്തിക്കുന്നവർ ജീവിതത്തികവിൽ എത്തിക്കപ്പെടും. പാപം ചെയ്യുന്നവർ സ്വന്തം ജീവൻ്റെ ശത്രുക്കളാണ്. ഞാൻ നിങ്ങളിൽ നിന്ന് ഒരു വാക്കും ഒളിച്ചു വയ്ക്കുകയില്ല. അതിനാലാണ് രാജാവിൻ്റെ രഹസ്യം മറച്ചു വയ്ക്കുന്നത് നല്ലതാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തികളോ മഹത്വപൂർവ്വം വെളിപ്പെടുത്തുന്നതും എന്ന് ഞാൻ പറഞ്ഞത്. നീയും നിൻ്റെ മരുമകൾ സാറായും പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗം പരിശുദ്ധനായവൻ്റെ മുമ്പിൽ ഞാൻ എത്തിച്ചു. അതുപോലെ തന്നെ നീ മൃതരെ സംസ്കരിച്ചപ്പോൾ ഞാൻ നിന്നോടൊത്തുണ്ടായിരുന്നു.
ഭക്ഷണം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് ചെന്ന് മൃതദേഹം സംസ്കരിക്കാൻ മടിക്കാതിരുന്നപ്പോൾ സത്പ്രവൃത്തി ചെയ്യുന്ന നീ എൻ്റെ ശ്രദ്ധയിൽപ്പെടാതിരുന്നില്ല. മറിച്ച് ഞാൻ നിന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ആകയാൽ നിന്നെയും നിൻ്റെ മരുമകൾ സാറായെയും സുഖപ്പെടുത്താൻ ദൈവം എന്നെ അയച്ചു. ഞാൻ റഫായേലാണ്. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും പരിശുദ്ധനായവൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന 7 വിശുദ്ധ മാലാഖമാരിൽ ഒരുവൻ. അവരിരുവരും സംഭ്രാന്തരായി. അവർ സാഷ്ടാംഗം പ്രണമിച്ചു. എന്തെന്നാൽ അവർ ഭയവിവശരായിരുന്നു. അവൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനമുണ്ടായിരിക്കട്ടെ. എന്നേക്കും ദൈവത്തെ സ്തുതിക്കുവിൻ. എന്തെന്നാൽ എൻ്റെ ഔദാര്യം കൊണ്ടല്ല, നമ്മുടെ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചാണ് ഞാൻ വന്നത്. ആകയാൽ അവിടുത്തെ എന്നേക്കും സ്തുതിക്കുവിൻ. ഞാൻ നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട ദിവസങ്ങളിലൊന്നും ഞാൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തിരുന്നില്ല. നിങ്ങൾ കണ്ടത് ഒരു ദർശനം മാത്രമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. എന്തെന്നാൽ എന്നെ അയച്ചവൻ്റെ അടുത്തേക്ക് ഞാൻ കയറിപ്പോകുന്നു. സംഭവിച്ച കാര്യങ്ങളെല്ലാം ഒരു പുസ്തകത്തിൽ എഴുതുവിൻ. അപ്പോൾ അവർ എഴുന്നേറ്റ് നിന്നു. എന്നാൽ അവനെ അവർ പിന്നെ കണ്ടില്ല. കർത്താവിൻ്റെ മാലാഖ തങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടതിനാൽ അവർ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളും അത്ഭുതകൃത്യങ്ങളും ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നു. ഭാഷിതങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. നിഷ്കളങ്കതയിൽ വ്യാപരിക്കുന്നവൻ സുരക്ഷിതനായി ചരിക്കുന്നു. തൻ്റെ വഴികൾ വക്രീകരിക്കുന്നവൻ കുപ്രസിദ്ധനാകും. കണ്ണിറുക്കുന്നവൻ ഉപദ്രവം സമ്മാനിക്കുന്നു. വായാടിയായ വിഡ്ഢി നാശമടയും. നീതിമാൻ്റെ വായ് ജീവൻ്റെ ഉറവയാണ്. ദുഷ്ടരുടെ വായാകട്ടെ അക്രമം മറച്ചുപിടിക്കുന്നു. വിദ്വേഷം കലഹത്തെ ഇളക്കിവിടുന്നു. സ്നേഹമോ എല്ലാ അതിക്രമങ്ങളുടെയും മേൽ മറയിടുന്നു.